ചേമ്പന്താളി ഞാൻ കഴിക്കില്ല എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടുള്ള ഒരു അവിയലാണിത്. ഒന്ന് വെച്ച് നോക്കിയോ, ചേമ്പന്താളി ഇതിനകത്തുണ്ടെന്നേ പറയില്ല. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ 2 ചേമ്പിൻ്റെ താളി ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അതിനുശേഷം അവിയലിന് കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്യണം നീളത്തിൽ. ഈ അവിയൽ കുട്ടികൾക്കൊക്കെ കൊടുക്കാം, ഒരു ടേസ്റ്റ് വ്യത്യാസവും ഇല്ല. അപ്പോൾ ഇതുപോലെ അരിഞ്ഞെടുത്തതിന് ശേഷം അതിനകത്ത് കുറച്ച് ഉപ്പിട്ടിട്ട് കൈ കൊണ്ട് നന്നായിട്ട് തിരുമ്മി അതിൻ്റെ ആ വെള്ളം അങ്ങ് കളയണം. താള് മാത്രം പോരാ കേട്ടോ, നമ്മൾ സാധാരണ അവിയലിനെടുക്കുന്ന കഷ്ണങ്ങളൊക്കെ ഇതിനകത്ത് ചേർക്കാം. ഞാൻ അതിൻ്റെ ഒപ്പം കപ്പളങ്ങയും കൂടെ ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടെ നല്ലൊരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് ചെറിയ തീയിലൊന്ന് മൂടി വെച്ച് വേവിക്കാം. വെള്ളമൊന്നും ചേർക്കരുത്. ഇത് വേകുന്ന നേരം കൊണ്ട് ഇതിന് വേണ്ട അരപ്പും കൂടെ റെഡിയാക്കാം. കുറച്ച് വാളംപുളി, എരിവിനാവശ്യത്തിനുള്ള പച്ചമുളക്, 1-2 ഉള്ളി, കുറച്ച് കറിവേപ്പില, പിന്നെ അല്പം ജീരകത്തിൻ്റെ പൊടി, ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങ, ഇത്രയും ചേർത്ത് ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കണം. ഈ അരപ്പ് നമുക്ക് വെന്തിരിക്കുന്ന കഷ്ണങ്ങളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് അല്പം പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ അവിയൽ റെഡിയായി. ഡീറ്റെയിൽഡ് വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ.